ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഉച്ചയൂണിനുള്ള കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കുറച്ച് മധുരക്കിഴങ്ങ് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ചെറിയ നെല്ലിക്കട അത്രയ്ക്ക് പുളി വെള്ളത്തിലിട്ടേക്കുണ്ട്. ഞാനെപ്പോഴും നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ പുളി വെള്ളത്തിലിട്ടേക്കാറുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ വേഗം നമുക്ക് അത് അലിഞ്ഞ് കിട്ടും, പിന്നെ ചെറുതായിട്ടൊരു വേവും കിട്ടും പുളിയുടെ. പിന്നെ കപ്പക്കിഴങ്ങിൻ്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളോട്. കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുതിർന്നതിൻ്റെ ശേഷമാണ് ഞാൻ കുക്കറിലിടുന്നത്. അപ്പോൾ അത് കുക്കറിലിടുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇടേണ്ട ആവശ്യത്തിന് ഉള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, എന്നിട്ട് അത് ഞാൻ കുക്കറിൽ വെച്ച് ഒരു വിസിൽ വരുന്ന വരെ വേവിക്കുകയാണ്. ഒരൊറ്റ വിസിലടിക്കുന്ന വരെ വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മധുരക്കിഴങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ കാണുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം. വളരെ നല്ലൊരു സാധനമാണ്. അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കുക്കർ തണുത്തു വിട്ടാൽ പരിപ്പ് വെന്തിട്ട്, അപ്പോൾ ഞാൻ കുക്കറിൻ്റെ പാത്രം മാറ്റി ഞാൻ അരിക്ക് മധുരക്കിഴങ്ങ് ഇടുകയാണ്. എന്നിട്ടും അത് തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. അത് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് പുളി ചേർക്കുകയാണ്. അങ്ങനെ പുളി ഒഴിച്ച് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. എന്നിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം ഞാൻ കൂട്ടാൻ റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. പിന്നെ കുറച്ച് ഉലുവമണി ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഉണക്കമുളക് ഒരെണ്ണം പൊട്ടിച്ചിട്ടു. പിന്നെ നമ്മുടെ ചുവന്നുള്ളി, അതാണ് അതിന് ഏറ്റവും ടേസ്റ്റ് ഇട്ട ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇടുകയാണ്. അപ്പോൾ അത് നല്ല പോലെ മൂക്കട്ടെ, നല്ല ചുവന്ന കളറാണ് വരെ മൂക്കട്ടെ, നല്ല ബ്രൗൺ കളർ വരുന്ന വരെ. അപ്പോൾ അതിനിടയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം. വളരെ രസകരമായ രുചിയുള്ള കറിയാണ്. ചെറുപ്പത്തിലെ തൊട്ട് കഴിച്ച കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാനാണ് മോഹം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. എന്നാൽ ടേസ്റ്റും ഗുണവും കൂടുതലുമാണ്. ഇതൊക്കെ ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന, അധികം മസാല കൂട്ടൊന്നും ഇല്ലാത്ത കറികളാണ്. അപ്പോൾ ഞാൻ കടുക് മുളകും വറുത്തത് എനിക്കിടുന്നു. കടുക്, മുളക്, ഉള്ളി, കറിവേപ്പില, ഉലുവി ഇത് വറുത്തത് എനിക്കിടുന്നു. അപ്പോൾ കറി ഇത്തിരി കൂർക്കിപ്പോയോ എന്ന് സംശയം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം അതിലിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ അമ്മമാർ പണ്ടുണ്ടാക്കിയിട്ടുള്ള കറികളാണ് ഇതൊക്കെ. ഇന്നത്തെ മസാലക്കൂട്ടൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ ആരോഗ്യത്തിനും നല്ലതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് വിവരം എന്നെ അറിയിക്കുക. ഇന്നത്തെ ഊണ് കുശാലായിട്ടുണ്ടാവും. ചേട്ടന് ഇഷ്ടമാണ് പുളിങ്കറി. പരിപ്പില്ലാണ്ട് ഉണ്ടാക്കാം കേട്ടോ. പരിപ്പില്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റായിരിക്കും. പിന്നെ വേണമെന്നുള്ളവർക്ക് നാളികേരവും ഉള്ളിയും ജീരകവും കൂടി അരച്ച് ചേർക്കാം. ഞാൻ പക്ഷെ ചേർക്കാറില്ല. അതും കൂടി ചേർത്താൽ വേറൊരു ടേസ്റ്റായിരിക്കുന്നു മാത്രം. അപ്പോൾ ഇന്നത്തെ ഊണ് കുശാൽ. കൈപ്പയ്ക്ക മെഴുക്ക് വരട്ടി, പുളിങ്കറി, പപ്പടം, തൈര്, അച്ചാറ് വേണമെന്നുണ്ടെങ്കിൽ അച്ചാറും ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അച്ചാറൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിലത്തെ ചൂളം അടിച്ചിട്ടുള്ള പാട്ടുകൾ ഏതൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വീണ്ടും ചില വിഭവങ്ങളും കഥകളും കവിതകളും എല്ലാമായിട്ട് നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ അമ്മു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി